നമ്മൾ പുതിയങ്ങാടി കഴിഞ്ഞിട്ടോ. ഇപ്പോൾ സമയം 8:34. നമ്മൾ 5:30 ഇറങ്ങിയതാണ് കണ്ണൂരിൽ നിന്ന്. 5:30 ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ പുതിയങ്ങാടി എത്തി. നമുക്കിവിടെ ഒരു കേക്ക് വാങ്ങാണ്ട് ഓർഡർ എല്ലാം കൊടുത്താണ്. അത് വാങ്ങിയിട്ട് വേണം പോകാൻ. പാറു നേരത്തെ വിളിച്ചൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓർഡറെല്ലാം. നമുക്കത് വാങ്ങിപ്പോവാം. കേക്ക് ഓർഡർ എടുത്തു കേട്ടോ. എല്ലാവരും റെഡി. കേക്കൊക്കെ വന്നപ്പോൾ കാണിച്ചു തന്നു, പാക്ക് ചെയ്തു, എല്ലാം എടുത്തു. നമ്മൾ നേരത്തെ എത്തി കേട്ടോ, വിചാരിച്ചതിലും നേരത്തെ എത്തി. ചാർലി നോക്കുന്നു. ഇത് കക്കുയിപ്പാലം, കാരപ്പറമ്പ് കക്കുയിപ്പാലം അവിടെ കേട്ടോ വരുന്നത്. ഇതിന് മുൻപ് മേടിച്ചിട്ടുണ്ട് അവിടുന്ന്. നല്ല നല്ല ഇതാണ്, കുഴപ്പമില്ല. നല്ല നമ്മൾ പറയുന്ന രീതിയിലൊക്കെ അവരാക്കി തരും. നമുക്ക് ഏതാണോ വേണ്ടത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരാക്കി തരുന്ന ആരെയും പറഞ്ഞു തരും. നിങ്ങൾ ഏതാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പറഞ്ഞാൽ മതി. എന്നുള്ളത് കേക്ക് ഹൗസ് എന്നാട്ടോ അതിൻ്റെ പേര്. ഞങ്ങൾ ഒന്നെങ്കിൽ സെലിബ്രേ അല്ലെങ്കിൽ ഇവിടുന്ന്, ഈ 2 സ്ഥലത്തു നിന്നാണ് മേടിക്കാറ് അധികം. വീട്ടിലെത്തിട്ടോ. അവൾ അറിഞ്ഞില്ല, കിച്ചണിലാന്ന് തോന്നുന്നുണ്ട്. നമ്മളത് വീട്ടിലെത്തി. എന്താണ് ഫീലിംഗ് പറയൂ. സർപ്രൈസ് ആയോ? പിന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ മാമ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ മാമന് വരുന്നുണ്ടോന്നേ. പിന്നെ ഇന്ന് വ്യാഴല്ലേ, ഇന്നിപ്പോ വന്നിട്ടൊക്കെ ഞാൻ ലീവാവൂല നാളെ. തീരെ എക്സ്പെക്ട് ചെയ്തില്ല. വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ നോർമൽ ഒരു യൂഷ്വൽ ഡേ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഹാപ്പി ആയോ? എന്തോ ഒരു സാഡ് ഉണ്ടായിരുന്നല്ലോ കുറച്ച് നേരത്തേക്ക്. സാഡൊന്നുമില്ല, ഞാൻ യൂഷ്വൽ ഡേ എന്നുള്ള രീതിയിൽ തന്നെ നിന്നെ കേക്കില്ലല്ലോ എന്നുള്ളൊരു അതാ പറഞ്ഞ, അതിനെയാണ് സാഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കേക്ക് തിന്നാനുള്ള കൊതി കൊണ്ട് എന്താണ്. ഇത് ഫേവറേറ്റ് സ്ഥലമല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരുടെ ബർത്ത്ഡേക്കും ഇവിടുന്ന കേക്ക് വാങ്ങാറ്. കേക്ക് ഹോം കാരപ്പറമ്പുള്ള. അപ്പൊ ഇനി ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആവണ്ടേ? കേക്ക് ഇഷ്ടായോ? മത്സരമില്ലെന്ന്
കേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ഹലോ, അപ്പം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ സർപ്രൈസ് പ്ലാൻ ചെയ്ത ആളേതാണ്. സർപ്രൈസ് ആയോ ആദ്യം സർപ്രൈസ് ആയോ? ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഞാൻ സർപ്രൈസ്. കാരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിജോട്ടൻ വരുന്നുള്ളേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജിജോട്ടൻ ഏച്ചിയും കൂടി വരുമ്പം ഡ്രസ്സും കിട്ടി. ഇന്നലെ തന്നെ ഡ്രസ്സും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ വരും. ഇതിന് മുന്നേ ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ നമ്മള്. കഴിഞ്ഞ പ്രാവശ്യം 12 മണിക്കാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഞാൻ മാമൻ വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇന്ന് വ്യാഴാഴ്ച ചെറിയ രീതിയിലൊക്കെ പാളി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് മാമൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇന്ന് തേഴ്സ്ഡേ അല്ലേ. അപ്പോൾ ഇന്ന് വന്നിട്ട് വെള്ളിയാഴ്ച ഉണ്ട്, സാറ്റർഡേ ഉണ്ട്. 2 ദിവസം എന്തായാലും ലീവ് ഒന്നും എടുക്കൂല എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു വരുമോന്ന്. പിന്നെ ഞാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഡ്രസ്സ് ഇത് അമ്മ സ്റ്റിച്ച് ചെയ്താണ്. ഇവിടെ ഓൾറെഡി ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ക്ലോത്ത് അമ്മേന്റെ സ്റ്റിച്ചിങ്. കേക്കൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയതായിരുന്നു. പിന്നെ അതുപോലെ വരുമ്പോൾ കളക്ട് ചെയ്യാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. അത് അതേപടി നടന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി ലേറ്റ് ആവുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് എത്തി. സോ പെട്ടെന്ന് പരിപാടിക്ക് കഴിഞ്ഞു. ഫുഡ് കഴിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തേതാണോ ഇപ്രാവശ്യത്തെയാണോ ഇഷ്ടമായത്? കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനും ഇല്ല അവിടെ. ഞാനും ജിയും കാറെടുത്ത് വന്നു രാത്രി. അന്നത്തെ ഡേ ഒന്നും ഇല്ലാതെ പോയി. യൂഷ്വൽ ഡേ ആയിട്ട് തന്നെ പോയി. ഞാനത് വിടുകയും ചെയ്തു. ഞാൻ അങ്ങനെ കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ സാറ്റർഡേ ഇവർ വന്നിട്ട് സർപ്രൈസ് ആണ്. രാത്രി ഞാൻ കിടന്നുറങ്ങും 12 മണിക്ക്. എല്ലാരും ഇവിടെ വന്നിട്ട് ഇവിടെ വിളിച്ചു. ഞാൻ എന്താ പറഞ്ഞ അമ്മ വിളിക്കുന്നതോ? അല്ല ഞാൻ ഇവിടെ ഉണ്ടോ? ഞാൻ ഇവിടെ നിങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ മാമന്റെ റൂമിൽ കിടക്കാൻ പോയി. ഇൻവിറ്റേഷൻ വന്നിട്ട് പോയി. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് ഒരു ഡ്രസ്സ് മെറ്റീരിയൽ ആയിട്ട് വന്നിട്ട് പോയി. പിന്നെ നമ്മൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ കുഴപ്പമില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്താണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. ഇപ്രാവശ്യം കുഴപ്പമില്ല. തരുമ്പോ നമ്മള് എങ്ങനെ എന്തായാലും 12 മണിക്ക് നടക്കൂല എന്നുള്ളത് ഉറപ്പായിരുന്നു. പിന്നെ 12 മണിക്ക് അധികം ഒന്നും പ്ലാൻ ചെയ്തില്ല. ജസ്റ്റ് വിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് നിന്നത്. പിന്നെ ഡ്രസ്സ് എന്തായാലും ഓൾറെഡി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ എന്താ വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ലല്ലോ. ഡ്രസ്സ് കൊടുത്തു കഴിയുമ്പോൾ വിചാരിക്കും വേറെ പരിപാടിയൊന്നും ഇല്ല. കാരണം സാധാരണ ഗിഫ്റ്റ് കൊടുക്കുക നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യുന്ന ആ ടൈമിലാണ് ഗിഫ്റ്റ് കൊടുക്കാറ്. അപ്പം ഇത് ആദ്യം കൊടുത്തപ്പോൾ പിന്നെ അവളെ പ്രതീക്ഷ പോവുമല്ലോ. പിന്നെ വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ ഒന്നും ജസ്റ്റ് നോർമൽ ഇതായിട്ട് തന്നെ പോയില്ലേ. ഫുഡ് ഒന്നും അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വൈകുന്നേരം വരുമ്പോൾ ജി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ആരെയും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ജി ഉണ്ടാവുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, ചിക്കൻ കറിയും അങ്ങനെ ആ രീതിയിൽ. അല്ലാണ്ട് വലിയ സ്പെഷ്യലായിട്ടൊന്നും പായസം ഒന്നും വെച്ചിട്ടില്ല. ഞാൻ പിന്നെ കേക്കെല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെലക്ട് ചെയ്ത് എല്ലാം പറഞ്ഞതാ. വിഷസ് എല്ലാം പറഞ്ഞ് ഇവര് ജസ്റ്റ് കളക്ട് ചെയ്യാനേ ഉണ്ടായുള്ളൂ. അങ്ങനെ വന്നു. അപ്പോൾ ഇവള് കുറച്ച് സാഡാണ്. കേക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ കേക്ക് ഇല്ലാത്തതിനോണ്ട് ആള് കുറച്ച് സാഡായിട്ടാണ് ഉണ്ടായിരുന്നത്. അല്ല വന്നാലോന്നല്ല, ഞങ്ങള് വരുമ്പോ ഞങ്ങളെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ. അതെനിക്ക് ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുകയും ചെയ്തു. കേക്ക് ഇല്ലാത്തതിനെന്തോ വിഷമമുണ്ടല്ലോ. അതെ. പക്ഷെ അവളെ എന്തുണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ട് പുറമേക്ക് അധികം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യില്ല. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ പരാതിയൊന്നും ഇല്ല. നോർമലി എന്തൊക്കെയോ അങ്ങോട്ട് നടക്കുന്നുണ്ട്, ടാബ് നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്താറായി, ഗേറ്റ് തുറക്കാൻ വേണ്ടി എത്താറായി എന്ന് പറഞ്ഞപ്പോൾ ഇവളെങ്ങനെയെങ്കിലും ഒന്ന് ഈ ഫ്രണ്ടിലേക്ക് വരാതെ കിച്ചണിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റോക്കി കുറയ്ക്കുന്നുണ്ട്. പിന്നെ അവൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്നതിനോട് അത് കാര്യമാക്കിയില്ല. അങ്ങനെ വന്നു.
അപ്പൊ വന്നിട്ട് മാമ കൊറേ നേരം നിക്കുക, കിച്ചണില് വന്നിട്ട് നിക്കുക. ഇവള് അത് അറിയുന്നില്ല. ഇവള് ടാബില് ആള് ശരിക്കും മൈൻഡ് കുറച്ച് ഇതായിക്കുന്നു. അപ്പൊ ആ ഒരു ഇതിലാ നിക്കുന്നത്. മാമ കൊറേ നേരം അവളങ്ങനെ നോക്കിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് മാമനെ, ഞാൻ പിന്നെ പറയാനിട്ടാ അവളെന്നെ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ കണ്ടു അപ്പൊ ശരിക്കും ഞെട്ടിണ്ട്. എന്തായാലും പൊട്ടിയില്ല, വർക്കൗട്ടായി. ഇനി കുറെ ബർത്ത്ഡേസിന് കാണും. അടുത്തത് ഗോപുട്ടന്റെ ബർത്ത്ഡേ, ചാർലീന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോപുട്ടന്റെ, പിന്നെ അമ്മായിന്റെ വരുന്നുണ്ട്, ചേച്ചീന്റെ വരുന്നുണ്ട്, ടോക്കിന്റെ ചേച്ചിന്റെ സെയിം വന്ന മെയില. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പ്രതീക്ഷിക്കാത്ത വ്ളോഗാണ്. ചെറിയ ആക്ച്വലി ഞാൻ ആ ഡ്രസ്സ് എടുക്കുന്നൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കായിരുന്നു പലക്കും. എന്നാ ഇതുണ്ടെങ്കിൽ ഞാൻ ഒന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ടാ ഞാൻ പിന്നെ അത് മാത്രമായിട്ട് വ്ളോഗ് ചെയ്തിട്ട് എടുത്തിട്ട് എന്താ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാന്. ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്ന പറയരുത്. അല്ല ഞാൻ പിന്നെ വിചാരിച്ച എങ്ങാനിത് ഫ്ലോപ്പ് ആയാലോ. പക്ഷേ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ മെയിൻ ഇത് നോക്കുന്ന ആള് ഞാനാണ്. അപ്പൊ എനിക്ക് ഇത് തരിക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് സത്യം പറഞ്ഞു. ഞാനിപ്പോ ഡെക്കറേഷന്റെ കേസ് ആണെങ്കിലും ശരി, ഡെക്കറേഷൻ എല്ലാം ബെസ്റ്റ്. ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെക്കറേഷൻ ആണെങ്കിലും ശരി, എന്താണെങ്കിലും. അല്ല ഞാൻ പ്ലാൻ ചെയ്യാണെങ്കിലും ഞാനും ഏഷ്യയും കൂടിയാണ്, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പേച്ച് ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അത് എനിക്കാണ് തന്നെ ഓൾറെഡി സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ നന്നായിട്ട് അറിയുന്ന ആളായിരിക്കും. അപ്പൊ എനിക്ക് വേഗം മനസ്സിലാവും. എന്തായാലും ഇനി അടുത്ത ബർത്ത്ഡേക്ക് കാണാം അല്ലേ. അപ്പൊ ഇന്നത്തെ കുട്ടി ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അമ്മായി എടുത്തിട്ട് പറയും. മുന്നേയുള്ള കുറച്ച് ക്ലിപ്സൊക്കെ അമ്മായിയാണ് ഷൂട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അമ്മായി ഫസ്റ്റ് ടൈമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ടോ ഇല്ലെന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിയായിരുന്നു, നല്ല ഞാൻ. അപ്പോൾ അതങ്ങനെ മെമ്മറീസ് ആണ്. അത് എന്താ പറയുക, ബ്ലറായാലും ഷേക്കായാലും ഒന്ന് ചെയ്യും. നിങ്ങളെന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് എന്താ അഭിപ്രായം കമൻറ്റ്സിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.